ബിഗ് ബോസ് സീസൺ 6ന്റെ ആദ്യ നാളുകളിൽ കപ്പെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര. ടാസ്കുകളിലുള്ള മികച്ച പ്രകടനം, കലാപരമായ കഴിവുകൾ തുടങ്ങി ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളിലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യുന്ന ആളായിരുന്നു അപ്സര. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അപ്സര എവിക്റ്റ് ആയത്? ലാലേട്ടന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പോലും അപ്സരയ്ക്ക് താൻ എവിക്റ്റായെന്ന് വിശ്വസിക്കാനായില്ല. എവിക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാനാകാതെ എനിക്കിവിടുന്ന് പോകണ്ട എന്ന് അപ്സര പറഞ്ഞു. എന്നാൽ നമ്മുടെ കോൺഫിഡൻസ് ഒരു ലെവൽ കഴിഞ്ഞ് ഓവർ ആയാലും അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാം. താനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന തോന്നൽ പതിയെ അവരിൽ വളരാൻ തുടങ്ങി. കൂടാതെ ലാലേട്ടൻ വരുന്ന ഓരോ എപ്പിസോഡിലും അവരെ പുകഴ്ത്തി പറയുന്നത് അപ്സരക്ക് വിനയായി മാറി. പതിയെ തന്നെ എല്ലാവരും തന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന ചിന്ത അവരിൽ വരാൻ തുടങ്ങി. എന്നാൽ പ്രേക്ഷകരെ സംബന്ധിച്ച് അവിടെ എല്ലാ കഴിവുകളുമുള്ള ഒരാളല്ല വിന്നർ. പ്രേക്ഷകരുമായി കണക്റ്റ് ആയിരിക്കണം. എല്ലാ കഴിവുകളും തനിക്കുണ്ടായിട്ടും ആവശ്യമില്ലാത്ത സമയത്തുള്ള ഓവർ ആക്ടിങ്ങും ദേഷ്യപ്പെടലും അധികാരം കാണിക്കലുമെല്ലാം വോട്ട് ചെയ്യുന്നതിൽ നിന്നും പ്രേക്ഷകരെ പിന്നിലേക്ക് വലിച്ചു. എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ, കാരണം പവർ റൂം എന്ന കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിലോ, ചില കഴിവില്ലാത്ത മത്സരാർത്ഥികളുടെ അനാവശ്യമായ പ്രേക്ഷക സപ്പോർട്ട് മാറ്റിവെച്ചാലോ തീർച്ചയായും ടോപ്പ് 5 ഡിസർവ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്സര.